once upon a time. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ? എടാ സോറേ, നിനക്ക് സിമ്പിൾ ആയിട്ട് അറിയാമോ? പിന്നെ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സന്തൂർ മമ്മിയാണ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ചത്തുകൊത്തിരിക്കുക. ഞാൻ ഓരോ ദിവസം ഓരോരുത്തരെ പൊട്ടിരിക്കും. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഓരോ ദിവസം ഓരോരുത്തരെ പോലെ ഇരിക്കുക. ചിലപ്പോ ശ്വേതാ മേനോൻ, ചിലപ്പോ പ്രിയാമണി, മൈഥിലി. തോന്നിയിട്ടുണ്ട്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ശ്വേതാമേനെ പോലെ ഉണ്ട്. കേൾക്കുന്ന സമയത്ത് ഇവരോട് എന്താണ് ലൈക് അല്ല ഞാൻ സീച്ചേട്ടനോട് പറയും, നിങ്ങൾ ഒരു പേർക്ക് എത്ര പേരെ കല്യാണം കഴിച്ചു. എന്റെ പ്രാന്ത് എടുക്കുന്ന കണ്ടിട്ട് നീ എന്തുവാന്ന് വെച്ചാ ചെയ്തോന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നു. അങ്ങനെ അപ്പൊ പിന്നെ ഞാനങ്ങ് അവിടെ വെള്ളയാടി കിടന്നു. ഇത് തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. കുട്ടിക്കൊരങ്ങന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. ഒത്തിരി മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. പണ്ട് മീൻകറി ഇടുമ്പോഴേ ഒരു ഉള്ളി ഇട്ടപ്പോ നല്ല ടേസ്റ്റ്, ഞാൻ 5-6 ഉള്ളി വലിച്ചു വരി ഇട്ട് കുറെ ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇത്ര ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചു വന്നിട്ട് ഒത്തിരി മണ്ടത്തരം ചെയ്താ സെറ്റായിട്ട് വന്നു. അടിപൊളി, നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിന് മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ചേച്ചിയുടെ മുഖം ഇപ്പൊ ഞാൻ കണ്ടിട്ടാണെങ്കിൽ നോക്കിക്കോ ഒരു പാട് തുത്തുത്തു നോക്കിക്കോ ഒരു പാട് തുത്തുത്തു ഒരു പാടോ ഒന്നും. എനിക്ക് നേരെ മൊഗ്ഗുരു ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവും ഇട്ടുണ്ണാനെ. എനിക്കിങ്ങനെ ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ മോക്കുരു ഒക്കെ ഉള്ള അതിന്റെ ടീച്ചർ പറയാൻ എനിക്ക് ഭ്രാന്താണ്. എനിക്ക് അങ്ങനെ കുരുക്കളൊന്നും വരത്തില്ല. ഒന്നേ കണ്ടുള്ളൂ, കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. ഇപ്പൊ ഞാൻ ഡൽഹി പോയിട്ട് വന്നപ്പോ എനിക്ക് 2 കുരു വന്ന് പൊന്നുപോലെ കൊണ്ടു നടന്നതാ പോയി. നല്ല ഭംഗിയുണ്ട്, ഞാൻ കൂടുതൽ ചുമന്ന പോലെ. ആ സന്തൂർ മമ്മി, അതാ ഞാൻ പറഞ്ഞ സന്തൂർ മമ്മി. ഞാൻ വലിച്ചു വരെ തിന്നും. ഇന്നലെ തന്നെ ഉണ്ടല്ലോ വയറ് നിറഞ്ഞിട്ട് എനിക്ക് അയ്യോന്നും പറഞ്ഞ് ഞാൻ കരച്ചില്ലായിരുന്നു. മനസ്സറിയാതിരുന്ന് തിന്ന്. നീ എന്തിനാണ് തിന്നേ? മീൻ വറുത്തരിപ്പുണ്ടായിരുന്നു. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. അമ്പേ തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മ. അയ്യോ, എന്നാലും അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ സീച്ചേട്ടാ. പാവം. ഇവരെയൊക്കെ കണ്ട വലിയ വെപ്പാളാന്നേ. ഞാനെല്ലാം ഒരുമാതിരി വേരയില് പിടിച്ച പിള്ളേരില്ലയോ അതുപോലെ അയ്യോ ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിലും അങ്ങനെ തന്നെ ചെല്ലും. പണ്ടത്തെ പോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്. അന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ തോന്നി. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. എനിക്ക് ഭയങ്കര ആഗ്രഹം കല്യാണം കഴിക്കാൻ. അച്ഛൻ എന്നോട് 18 വയസ്സിൽ കെട്ടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നേ. 18 വയസ്സ് തൊട്ട് ഞാൻ ചോദിക്കും, അച്ഛൻ കെട്ടിക്കുന്നില്ല എന്നെ. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, നല്ല സ്മാർട്ട് പെൺകുട്ടി. 22 വരെ ഞാൻ കാത്തിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ആഗ്രഹമാടാ. മിസ് യമുന, എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ്. പക്ഷെ അഭിനയിക്കാൻ അറിയത്തില്ല. ഞാൻ ഫിലിമിനെയാണ് മൊത്തം ഓവറാക്കി ചളവാക്കുന്നു പറയും. ഏതാണിത്? ഈ പെണ്ണുമ്പളൊക്കെ വീട്ടിലിരുന്നാ പോരെ. കുഞ്ഞിലെ എന്റെ ഇരട്ട പേര് കിഷ്കു എന്നായിരുന്നേ. എന്തുള്ള പേരാണത്? അപ്പൊ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുമ്പോ എല്ലാരും ഇപ്പൊ വിളിക്കും നോക്കിയിരുന്നു എന്നൊക്കെ പറയും. എന്താ സംഭവം? കാണാൻ കൊള്ളത്തില്ലായിരുന്നു. ആടാ പെണ്ണ് കാണല്ലോ. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. എനിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ പറ്റിച്ച് കെട്ടി. അല്ല, ഞാൻ ആ ടൈമിലേ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകത്തില്ല, എന്റെ കണ്ടീഷൻ ഇതൊക്കെയായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, ഇതൊക്കെയായിരുന്നു എന്റെ കണ്ടീഷൻ. അങ്ങനെ അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ആദ്യം കണ്ട സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? സുന്ദരൻ, ഒരു പരിഷ്കാരി. അപ്പം ഈ ട്രോൾസ് കാണുന്ന സമയത്ത് നാട്ടുകാരെന്ത് വിചാരിക്കും? പോട്ട് തൊല്ല കേസാണ്. വാളി പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒന്നെങ്കിൽ നാറും അല്ലെങ്കിൽ വാഴും. ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്കാം. ഭംഗിയായി തീർന്നു പറയടോ. ഭംഗിയായി തീർന്നു, എണീക്കാം. ഓക്കേ, ഇന്നത്തേക്ക് മതി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.